വിശപ്പടക്കാൻ വഴിയോരത്തെ ഹോട്ടലിലോ ചായക്കടയിലോ കയറിയാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകുന്നത് തന്നെ മിച്ചം. നമ്മുടെ ഗ്രാമപ്രദേശത്തെ പല കടകളിലും ഒരു ചായയുടെ വില 10 എന്നാൽ തലസ്ഥാന നഗരിയിലെ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടുരുമി ഒരു കൂട്ടം കടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തുച്ഛമായ വിലയിൽ ആഹാര സാധനങ്ങൾ നൽകുന്നു. ബേക്കറി ജംഗ്ഷന് സമീപമുള്ള വാൻഡ്രൂസ് ജംഗ്ഷനിലാണ് ഒരു പറ്റം കടക്കാർ. 5 രൂപയ്ക്ക് ചായയും 5 രൂപയ്ക്ക് ചെറുകടികളും ഇവിടെ നൽകുന്നു. ദോശയും അതിന് കൂട്ടാനായി മറ്റെന്തെങ്കിലും. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും പോക്കറ്റ് മിച്ചം മാത്രം. ഈ രീതി എല്ലായിടത്തും വന്നിരുന്നുവെങ്കിൽ നാമൊക്കെ എത്ര ഭാഗ്യവാന്മാർ. എൻ്റെ പേര് അരുൺ. എല്ലാ കടിയും 5 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. ഉളുന്നവട, പരിപ്പ് വട, ബജി, അപ്പം, ചായ, കട്ടൻ ചായ, ഇതൊക്കെ എല്ലാം 5 രൂപയാണ്. അനന്തപുരിയുടെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലൂടെയാണ് എക്സ്പ്രസ് മലയാളി കടന്നുപോകുന്നത്. കരവേഗതയിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ചിപ്സും പലഹാരങ്ങളും ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. 17 വർഷമായി. 17 വർഷം കൊണ്ട് നേരത്തെ സെക്രട്ടറിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെ കഴിഞ്ഞ് കുറച്ചപ്പുറത്തായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു 6-7 വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ടിരിക്കും. കൂടുതലും ഗൾഫിലും മറ്റ് വെളിരാജ്യങ്ങൾക്കാണ് കൂടുതലും വന്ന് വാങ്ങുന്നത്. ഓരോ ഗൾഫിലിരിക്കുന്ന ബാച്ച് കൊടുക്കാനും അല്ലാതെ ഇവിടെ എപ്പോഴും ഫ്രഷായിട്ട് ഡെയിലി വന്ന് പൊരിക്കുന്ന ചിപ്സാണ്. ഒരു ദിവസം ഒരു 100 കിലോ 125 അങ്ങനെയുള്ള ബിസിനസ്. ഇവിടെ നമ്മൾ 6 പേരുണ്ട്. ഒരാൾ സ്ഥിരമായിട്ട് ഉണ്ണിയപ്പം ഇടാനും, ഒരാൾ കാതൊലിക്കാൻ, ഒരാൾ പൊതിഞ്ഞു കൊടുക്കാനും, ഒരാൾ ചിപ്സ് അടിക്കാൻ. കൂടുതൽ ചിപ്സ്, പിന്നെ ഉണ്ണിയപ്പം, പിന്നെ കപ്പ വറുത്തത്, മിക്സർ, ഉപ്പേരി എല്ലാം നല്ല സെയിലാണ്. റീറ്റെയിൽ കൊടുത്താൽ നമുക്ക് മുതലാവില്ല. ഞങ്ങൾ വെളിച്ചെണ്ണയിൽ വറക്കുന്നതും ചിപ്സ് നൈസായിട്ട് വറക്കുന്നത് കൊണ്ട് നമുക്ക് റീറ്റെയിൽ കൊടുക്കാൻ മുതലാവില്ല. സ്വന്തം സ്ഥലം, എൻ്റെ സ്ഥലം ഇവിടെ കളിയിക്ക, അവിടെ മലയടി എന്ന് പറയും. ഒരുപാട് ആൾക്കാർ വരും. അവരെ ചില ആൾക്കാർ വരും, പിന്നെ നടന്മാർ വരും, സീരിയൽ നടികൾ വരും. എല്ലാവരും കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് വന്നു. പേരെടുത്ത് പറയാൻ മണിയമ്പിള്ള രാജു സ്ഥിരമായിട്ട് വരുമായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ സീരിയൽ നടി ഭീമൻ രഘു വന്നിട്ടുണ്ട്, കവിയൂർ പൊന്നമ്മ വന്നിട്ടുണ്ട്.